Hello everyone, welcome to today's Daily Insight, and today we are gonna discuss about resilience and adaptability. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് റെസിലിയൻസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആദ്യം നമുക്ക് എന്താണ് റെസിലിയൻസ് നോക്കാം. അതായത് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ, ചാലഞ്ചസ് ഉണ്ടാവുമ്പോൾ, അഡ്വേഴ്സിറ്റീസ് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഒക്കെ പ്രശ്നം അഥവാ വെല്ലുവിളി എന്നാണ് അർത്ഥാക്കുന്നത്. അപ്പോൾ ഇത് ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നും എങ്ങനെ പുതിയ വഴികൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ എങ്ങനെ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിലിയൻസ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം എന്തായിരുന്നു, ബൾബ് കണ്ടുപിടിച്ചു അല്ലേ. പക്ഷെ അതിനു മുമ്പ് 10,000 വഴികളിൽ അദ്ദേഹം ഫെയിലാവുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് തവണ അദ്ദേഹം ഫെയിലാവുകയാണ്. അപ്പോൾ അയാൾ എന്താ പറഞ്ഞതെന്നറിയോ, ഞാൻ 10,000 വഴികളിലൂടെ ബൾബ് ഉണ്ടാക്കരുതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതിന് പോസിറ്റീവായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, ലാസ്റ്റ് അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ച് ആ കാര്യം ചെയ്തു അല്ലേ. അപ്പം നമുക്ക് ചാലഞ്ചസ് വരും, ഫെയിലിയർ വരും, പ്രോബ്ലം വരും. പക്ഷെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണം, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മളിൽ റെസിലിയൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്താ, ഒരു കാലത്തിനോടൊപ്പം, സാഹചര്യത്തിനോടൊപ്പം, സന്ദർഭങ്ങളോടൊപ്പം, സ്ഥലം മാറുന്നതിനനുസരിച്ച്, ടെക്നോളജി മാറുന്നതിനനുസരിച്ച് എല്ലാം നമുക്ക് അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് അഡാപ്റ്റബിലിറ്റി. ഇപ്പോൾ എക്സാമ്പിൾ പറയാം. നമുക്ക് ഈ AI അറിയുന്നവനും അറിയാത്തവനും തമ്മിൽ വ്യത്യാസം എന്താ? AI അറിയുന്നവന് വലിയ അളവും AI അറിയാത്തവരും എന്ത് ചെയ്യും, ഈ പ്രൊഡക്ടിവിറ്റി കുറയും. അതാ സംഭവിക്കുക. വലിയ അളവെന്നല്ല, പ്രൊഡക്ടിവിറ്റി കൂടും അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയും. ഇതാ സംഭവിക്കുന്നത് ശരിക്കും. അതായത് AI അറിയുന്ന ഒരാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, അറിയാത്ത ഒരാൾക്ക് അവരുടെ കഴിവിൽ നിന്നുകൊണ്ട്, ആ സമയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യണം. ഇപ്പോൾ എന്താണ്, അറിയുന്ന ഒരാൾ എന്ത് ചെയ്യാണ്, ടൈം മാനേജ് ചെയ്യാണ്. ഇപ്പോൾ AI നല്ല വശവും ദൂഷ്യവശവും ഒന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാലത്തിനനുസരിച്ച് ടെക്നോളജി മാറ്റുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ആവണം. ഇനി ഒരു തിയറിയെക്കുറിച്ച് പറയാം, നാച്ചുറൽ സെലക്ഷൻ തിയറി. അതായത് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഈ തിയറി പറയുന്നത് എന്താണെന്ന് പറയുമോ, നമ്മുടെ ഈ പ്രകൃതിയുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റം വന്ന ആളുകൾ, മീൻസ് കാലാവസ്ഥകൾ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് അന്നും സർവൈവ് ചെയ്തിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇന്നും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. അതായത് കാലത്തിനനുസരിച്ച്, കാലാവസ്ഥയ്ക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളവരാണ് ഇന്നും സർവൈവ് ചെയ്യുന്നതെന്നർത്ഥം, അല്ലെങ്കിൽ ഇന്നും നിലനിൽക്കുന്നതെന്നർത്ഥം. മനുഷ്യൻ എക്സിസ്റ്റിംഗ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കാലത്തിനോടനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് കറണ്ട് വേണ്ട, കറണ്ട് ഇല്ലാത്ത സമയത്ത്, കറണ്ട് കിട്ടുന്ന ഒരു സമയത്ത് നമുക്ക് കറണ്ട് വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഫാനൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നെങ്കിലോ, ഇല്ല, അധികം കാലം പിന്നെ ആർക്കും നമുക്ക് അതിനോട് അഡാപ്റ്റ് ആവാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ. അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കാലത്തോടനുസരിച്ച് അഡാപ്റ്റായിട്ട് ബെറ്ററായിട്ട് നമുക്ക് ജീവിക്കാം. ഇനി ഇതിന് രണ്ടും കൂടി ഒരു ഉദാഹരണം പറഞ്ഞുതരാം കേട്ടോ, ഒരുമിച്ച്. അതായത് ഇപ്പോൾ നമ്മൾ റോഡിൽ പോവുകയാണ്, കാർ ഓടിച്ച് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ട് നമ്മളെന്ത് ചെയ്യും, മറ്റൊരു വഴിയിലൂടെ സർവൈവ് ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്തത്, നമുക്കൊരു പ്രോബ്ലം വന്നപ്പോൾ നമ്മൾ അതിൽ കറക്റ്റായിട്ട് ഫേസ് ചെയ്ത് നല്ലൊരു പുതിയ വഴി കണ്ടുപിടിച്ചു, നമ്മൾ എത്തേണ്ട അടുത്ത് എത്തുകയും ചെയ്തു. എന്നാൽ നമ്മൾ ആ ഒരു പ്രോബ്ലം വന്നപ്പോഴോ, ഇതിന് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നില്ല, നമ്മൾ അഡാപ്റ്റഡായി. അതിനനുസരിച്ച് നമ്മൾ മറ്റൊരു നല്ല വഴി കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡെയിലി ലൈഫിലും റെസിലിയൻസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.